നബിദിനം ആഘോഷിക്കൽ ഇസ്ലാമിന്റെ ഒരു ഭാഗം, മുഹബത്തിന്റെ ഭാഗമാണെങ്കിൽ മദീന വെട്ടിത്തിളങ്ങൂലെ ആ ഒരു മാസം. പക്ഷെ ഇവിടെ അങ്ങനത്തെ സംഗതി ഇല്ല. എന്തുകൊണ്ടില്ല? ദീനിൽ അങ്ങനത്തെ സംഗതി ഇല്ല. കാരണം ഇവിടുത്തെ ഉലമാക്കൾ ഖുർആനും ഹദീസും വെച്ചിട്ട് അധികം മനസ്സിലാക്കുന്നത് ആരെയും തലച്ചോറല്ല, ആരുടെയും അഭിപ്രായമല്ല, ആരുടെയും സങ്കല്പങ്ങളല്ല, ഖുർആനും ഹദീസാണ്. അതുകൊണ്ട് മനസ്സിലായിക്കോട്ടെ, മുഹമ്മദ് മുസ്തഫാന്റെ നാട്ടിൽ വന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാതെ ബിദ്അത്തിന്റെ ഖുറാഫാത്തിന്റെ അഹരികാരായിട്ട് മടങ്ങരുത്. ഇനിയും അങ്ങോട്ട് പോവരുത്. ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ കഹ്ഫ്, അതിന്റെ ബാക്കി എന്താ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ പാഴായി പോയവർ. വഹും യഹ്സബൂൻ, അവരെന്താ വിചാരിച്ചത്? അന്നഹും യുഹ്സിനൂന സുനഅ, അവർ ചെയ്തത് നല്ലതാണെന്ന് അവർ വിചാരിച്ചു. എല്ലാം പാഴായി. നബിദിനത്തിന് ബിരിയാണിക്ക് 5000 രൂപ ഓഫർ ചെയ്തു ജമാഅത്ത് പള്ളിയിലേക്ക്. സമാധാനത്തിരിക്കാം. നബിദിനാഘോഷം വന്നപ്പോ ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ട്, മുട്ടായി കൊടുത്തിട്ടുണ്ട്, പായസം വെച്ച് കൊടുത്തിട്ടുണ്ട്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ വിചാരിക്കുന്നത് എന്തോ നന്മ ചെയ്തത്. അന്ന് പറയാൻ ഒന്നും ചെയ്തില്ല, ഒക്കെ പാഴാണ്, ഒന്നിനും കൂലി ഉണ്ടാവില്ല. കൂലി കിട്ടണമെങ്കിൽ എന്റെ നബി കാണിച്ചതും പഠിപ്പിച്ചതും ആയിരിക്കണം. അതാണ് റസൂലിന്റെ സുന്നത്താണ്. അത് മുറുകെ പിടിക്കണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. നബിദിനം റബീഉൽ അവ്വൽ മാസം